हाय बच्चों, नमस्कार। अब कैसे हो? ठीक है ना? पिछले कक्षा में हमने एक कविता पढ़ा था। आज हम हमारा दूसरा इकाई 2 पढ़ने के लिए आया है। इसमें അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിപ്പോൾ കവിത പഠിച്ചു. ഇനി ഇവിടെ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ഇക്കായിയാണ്. രണ്ടാമത്തെ ഇക്കായിയാണ്. സെക്കൻഡ് യൂണിറ്റ് ആണ്. ആ ഇക്കായിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. കാരണം ഈ സമൂഹത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അധ്വാനിക്കാതെ ഒന്നും തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ള നമുക്കറിയാം. അധ്വാനമാണ് എല്ലാത്തിൻ്റെയും വിജയം എന്ന് പറയുന്നത്. അല്ലാതെ അധ്വാനിക്കാതെ നമുക്ക് കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു കഴിവ് ആർക്കും ഇല്ല. അത് വലിയ അതിന് നമ്മൾ അലസത എന്നാണ് പറയുക, അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പറയാം, നിരന്തരമായിരിക്കുന്ന പരിശ്രമം കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യത്തിലെത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കഴിയുകയുള്ളൂ. മനസ്സിലാകുന്നില്ലേ? അല്ലാതെ അലസത നമ്മെ എങ്ങും ഒരിക്കലും എവിടേക്കും എത്തിക്കില്ല. എപ്പോഴും നമുക്കത് പരാജയം മാത്രമേ നൽകൂ എന്നതിൻ്റെ അർത്ഥം. മനസ്സിലാകുന്നുണ്ട് പറയണത്? അതുകൊണ്ട് തന്നെ ഉയർച്ചയുടെ ആ പടവുകൾ നമുക്ക് ഓരോന്നായി ചവിട്ടിക്കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. നിരന്തരമായി പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഒരു ഉയർച്ചയുടെ ചവിട്ടുപടി കയറാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതിനാൽ പരിശ്രമത്തിൻ്റെ മഹത്വം കുറിച്ച് പറയുന്ന ഒരു യൂണിറ്റാണ് ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആ യൂണിറ്റിലെ പ്രധാനമായിരിക്കുന്ന പാഠഭാഗം, ആ പാഠഭാഗത്തിൻ്റെ പേരെന്താണ്? ആ പാഠഭാഗത്തിൻ്റെ പേരാണ് അൻമോൾ ഖജാന. എന്താ അതിൻ്റെ പേര്? അൻമോൾ ഖജാന. എന്താണ് അൻമോൾ എന്ന് പറഞ്ഞാൽ? അൻമോൾ എന്ന് പറഞ്ഞാൽ വാല്യബിൾ ആയിട്ടുള്ള, അമൂല്യമായിരിക്കുന്ന. ഖജാന ട്രഷറി മീൻസ് ഖജനാവ്, അല്ലേ? അപ്പോൾ അൻമോൾ ഖജാന, വാല്യബിൾ ട്രഷറി. ഓക്കെ അല്ലേ? മലയാളം പറയുമ്പം അമൂല്യമായ ഒരു ഖജനാവ് എന്ന് വെച്ചാൽ ഒരിക്കലും വിലമതിക്കാനാവാത്ത ഒരു ഖജനാവാണ് എന്നാണ് പറയുന്നത്. എന്താണത് നോക്കാം. അമൂല്യമായിട്ടുള്ള ഖജനാവ് എന്താണെന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് പാഠത്തേക്ക് പോകാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആദ്യമായിട്ട് നിങ്ങളിവിടെ ഒരു ചിത്രം കാണുന്നില്ലേ? ഓക്കെ, इस चित्र में क्या क्या दिखाई दे रहा है? आपने इस चित्र में क्या क्या दिखाई दे रहा है? ഓക്കെ, ആൻസർ എല്ലാവരും പറഞ്ഞോളൂ, വേഗം നോക്കിക്കോളൂ, എന്തൊക്കെയാണ് കാണുന്നത് പറഞ്ഞോളൂ വേഗം. ഒന്ന്, ചിത്രമേം ഏക് പേട് ഹേ. ചിത്രത്തിൽ ഒരു മരം ഉണ്ട്, ഇല്ലേ? ഒരു മരം ഇല്ലേ? രണ്ടാമത്തത് എന്താ? രണ്ടാമത്തെ കാര്യം പറയുന്നു, പേട് കി ടാലിയോ മേ ഫൽ ഹേ. എന്ന് വെച്ചാൽ എന്താ? മരത്തിൻ്റെ ആ കൊമ്പിൽ പഴങ്ങളുണ്ട്. ഫൽ മീൻസ് ഫ്രൂട്ട്സ്, പഴങ്ങൾ ഉണ്ട്, അല്ലേ? അപ്പം ഇനി മൂന്നാമത്തതോ? മൂന്നാമത്തെ എന്താ പറയണത്? രൂപയെ ഹായ്. രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ പറഞ്ഞ രൂപ തന്നെയാണ്. രൂപ പൈസ. രൂപയെ ഹേ, രൂപയും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയണത്? എന്താ ഉള്ളത്? നെക്സ്റ്റ് പറയുന്നു പത്തിയോം ഹേ. പത്തി എന്ന് പറഞ്ഞാൽ ലീഫ്, അല്ലേ? ഇലകൾ. ഇതുള്ളത് ഇലകൾ ഉണ്ട്, അല്ലേ? ഇലകളും ഉണ്ട്. നെക്സ്റ്റ് എന്താ പറയണത്? നെക്സ്റ്റ് പറയുന്നതാണ് എന്താ പറയണത്? ആത്മീ ഹേ. ആത്മീ, അല്ലേ? വെച്ചാൽ കുറേ മനുഷ്യർ ഉണ്ട്. ഇനി എന്താ പറയണത് അവിടെ? വേറെ എന്താ പറയണത്? അടുത്ത എന്താ ഉള്ളത്? ഇനി നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇനി കാണുന്നതാണ് ധൈലി. ധൈലി മീൻസ് സഞ്ചി. പിന്നെ കാണുന്നത് എന്താ? ടോക്കരിയാം, കൊട്ടകൾ, അല്ലേ? അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ കാണുന്നു. അതെല്ലാം നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ട് വെക്കുക കേട്ടോ, എന്നിട്ട് ഉഷാറാക്കി വെക്കുക. അപ്പോൾ നമ്മളെ പാഠത്തിൻ്റെ ഒരു ഭാഗം ഇതാ വരുന്നു. നമുക്കതൊന്ന് വായിച്ചു നോക്കാം എന്തൊക്കെയാണ് അവിടെ പറഞ്ഞതെന്നുള്ളത്. ഓക്കെ, പറയുന്നു കിസി ഗാവുമേം എന്നാൽ ഏതോ ഒരു ഗ്രാമത്തിൽ എന്ത് ചെയ്യുന്നുണ്ടോ? വിക്രം എന്ന് പേരുള്ള ഒരു യുവാവ് രഹ്താഥ താമസിച്ചിരുന്നു. എന്താ പറഞ്ഞത് അവിടെ? കിസി ഗാവുമേം ഏക്ക് വിക്രം നാമക് യുവക് രഹ്താഥ. ഏതോ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ വിക്രം എന്ന് പേരുള്ള ഒരു യുവാവ് താമസിച്ചിരുന്നു. ഏക് ദിൻ, ഒരു ദിവസം, അല്ലെങ്കിൽ വൺ ഡേ,
ബൈറ്റേ ബൈറ്റേ അയാൾ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്തു, ഇരുന്ന് കൊണ്ട് സോച്ചനയിലക അയാൾ ചിന്തിക്കാൻ തുടങ്ങി. സോച്ചന ചിന്തിക്കാൻ തുടങ്ങി. എന്താ ചിന്തിക്കുന്നത്? മേം ഞാൻ, കൈസെ എങ്ങനെ, ടേർ സാര ധാരാളം, അല്ലെങ്കിൽ ടേറിൻ്റെ അർത്ഥം കൂമ്പാരം, കുന്നുപോലെ എന്നൊക്കെ പറയാറുണ്ട്. കുന്നുപോലെ അല്ലെങ്കിൽ ധാരാളം എന്ത് ചെയ്തു, ധനം സമ്പത്ത്, കമാവും സമ്പാദിക്കും. ഓർ എന്നിട്ടോ, ആരാം സേ രഹും, അത് എങ്ങനെയാണ് സമ്പാദിക്കുന്നത്? പണിയെടുത്തിട്ടല്ല കേട്ടോ, വെറുതെ ചുമ്മാതിരുന്നിട്ട്, ഒരു പണിയില്ലാതെ ഇങ്ങനെ എന്താ പറയുക, ഇരുന്ന് കൊണ്ട് എങ്ങനെ ഇപ്പോൾ കുറേ പൈസ ഉണ്ടാക്കുക എന്ന് അദ്ദേഹം എന്ത് ചെയ്തു, ചിന്തിച്ചു. അല്ലെങ്കിൽ ചിന്തിക്കുകയാണ്, ഒരു പണിക്കൊന്നും പോകാനല്ലോ, വെറുതെ ഇങ്ങനെ ഇരിക്കുക, കുറേ പൈസ കിട്ടണം, അതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു. എന്നിട്ടോ ഉസ്നെ, അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഇനി അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ നമ്മൾ ഒരു പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം അന്വേഷണം നടത്തുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഉസ്നെ അയാൾ, ഉദർ അവിടെയും ഇവിടെയും വെച്ചാൽ പല ഭാഗങ്ങളിലൊക്കെ ജാക്കർ പോയിട്ട്, അപ്പനെ കൈ മിത്രോം സേ തൻ്റെ പല ചങ്ങാതിമാരോട്, തൻ്റെ കൂട്ടുകാരോടൊക്കെ എന്ത് ചെയ്തു, ജൽദി പെട്ടെന്ന് ധൻ കമാനേക്ക, ഈ ധനം ഏൺ ചെയ്യാൻ, കമാന സമ്പാദിക്കാനുള്ള ഉപായ പൂച്ച, ആ ഉപായം, ആ സൂത്രം ചോദിച്ചു. അപ്പം എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? ചങ്ങായിമാരോട് പോയിട്ട് ആ ഉപായമൊക്കെ ചോദിച്ചു. എന്താ ഉപായം? അതിനുള്ള ഉപായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മാർഗം എന്നാണ് ഉദ്ദേശിക്കുന്നത് അവിടെ കേട്ടോ. മാർഗം ചോദിച്ചു. എന്താ മാർഗം ചോദിച്ചത്? ലേക്കിൻ പക്ഷേ, കോയി ആരും തന്നെ, ടോസ് ഉബായി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൃഢമായ, ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഉബായി, ആ സൂത്രമൊന്നും എന്താ തന്നെ ഈ മില പറഞ്ഞു കൊടുത്തില്ല. ആരടുത്തൊന്നും അദ്ദേഹത്തിന് എന്തില്ല, വെറുതെ ചുമ്മാ ഇരുന്നു കൊണ്ട് കുറേ പണം സമ്പാദിക്കാനുള്ള വഴി അദ്ദേഹം അന്വേഷിച്ചു. പക്ഷേ എവിടുന്നും അതിനുള്ള അറിവൊന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ നല്ലോണം വായിച്ചു നോക്കുക, വേർഡ് മീനിങ് ഒക്കെ നല്ലോണം നോക്കിയിട്ട് എഴുതണം. ഓക്കെ, മറക്കണ്ട കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ബാക്കി ഭാഗം നോക്ക്. സുബഹ് കാ സമേത, അങ്ങനെ അടുത്ത ദിവസം അല്ലേ, അല്ലെങ്കിൽ സുബഹ് കാ സമേത, മോർണിംഗ് ആയിരുന്നു ടൈം. സുബഹ് പറഞ്ഞാൽ പ്രഭാത സമയം ആയിരുന്നു. വിക്രം ഗേത്തോം സേ ഹോക്കർ, വയലിലൂടെ, ഗേത്ത് പറഞ്ഞാൽ വയലിലൂടെ എങ്ങനെ എന്ത് ചെയ്തു, ജാ പോവുകയായിരുന്നു. വിക്രം ഇങ്ങനെ വയലിലൂടെ പോവുമായിരുന്നു. അപ്പോൾ രാസ്തേമേം വഴിയിൽ, ഫാർമർ, കിസാൻ കർഷകൻ, ഒരു കർഷകനെ എന്ത് ചെയ്തു, ഉസ്നെ അദ്ദേഹം കണ്ടു അല്ലേ. കണ്ടപ്പോൾ ആ കിസാൻ സേ, ആ കർഷകനോട് എന്ത് ചെയ്തു, ഉസ്നെ വിക്രം, ജൽദി പെട്ടെന്ന്, ധൻ കമാനേക്ക, ഈ ധനം സമ്പാദിക്കാനുള്ള ഉപായി പൂച്ച, അദ്ദേഹം ചോദിച്ചു. അങ്ങനെ വയലിലൂടെ പോകുന്ന സമയത്ത് ഒരു കർഷകനെ വിക്രം എന്ത് ചെയ്തു, വയലിൽ കണ്ടു. അപ്പോൾ കർഷകനോട് ചോദിച്ചു. അപ്പോൾ കർഷകൻ എന്തേക്കാരം മറുപടി പറഞ്ഞു നോക്കിയാൽ, കിസാനിനെ, കർഷകൻ വിക്രം കോ ബത്തായ, വിക്രമിനോട് പറഞ്ഞു. എന്താ വിക്രമിനോട് പറഞ്ഞത്? ഗാവ് കെ, ഗ്രാമത്തിൻ്റെ, ഉസ് പാർ, അങ്ങേ അറ്റത്ത്, പാർ എന്നാൽ അറ്റം, തലക്കൽ എന്നൊക്കെ പറയാം. ആ അറ്റത്ത് എന്ത് ചെയ്തു, ഏക്ക് സജ്ജൻ, ഒരു നല്ല മനുഷ്യൻ താമസിക്കുന്നുണ്ട് അല്ലേ. ഒരു സജ്ജൻ രഹത്തെ ഹൈം, അദ്ദേഹം എന്ത് ചെയ്തു, ഒരു നല്ല മനുഷ്യൻ അവിടെ താമസിക്കുന്നുണ്ട് എന്ന് എന്ത് ചെയ്തു, വിക്രമിനോട് ആ കർഷകൻ പറഞ്ഞു കൊടുത്തപ്പോഴോ വിക്രം എന്താ ചെയ്തത് നോക്കിയാ, ഉൻകാ നാം ഹെ വിശ്വനാഥ്, ആ നല്ല മനുഷ്യൻ്റെ പേരെന്താണ്? വിശ്വനാഥ് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, വിക്രമിനോട് വീണ്ടും കർഷകൻ പറയാം അല്ലേ, എന്താ പറഞ്ഞു കൊടുത്തു. ആ പാടത്തിൻ്റെ അങ്ങേ തലക്കൽ ആര് താമസിക്കുന്നുണ്ട്? ഒരു നല്ലൊരു മനുഷ്യനുണ്ട്, അയാളുടെ പേര് വിശ്വനാഥ് എന്നാണെന്ന് പറഞ്ഞു കൊടുത്തു. ഷായത്, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക വീണ്ടും, ഒരു പക്ഷേ അദ്ദേഹം കോയി ആസാൻ തരീക്ക, എന്തെങ്കിലും ഒരു ആസാൻ, എളുപ്പം, ഈസിലി ആയിട്ടുള്ള, എളുപ്പമുള്ള തരീക്ക, വഴി എന്ത് ചെയ്തു, ബത്താസക്തി, നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ ആ തലക്കലൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്, അയാളോട് പോയി ചോദിച്ചു നോക്ക്, എന്ത് പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള ഐഡിയ എന്താണെന്ന് പോയി ചോദിച്ചു നോക്ക്. അപ്പോൾ അയാൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തരും എന്ന് പറഞ്ഞു. വിക്രം എന്ത് ചെയ്തു, അപ്പോൾ ജൽദി ബാക്കി നോക്കട്ടോ, ജൽദി വളരെ പെട്ടെന്ന്, വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്തു, വിശ്വനാഥ് കെ ഗർക്കി ഓർ ചൽപട, വിശ്വനാഥിൻ്റെ വീട്ടിലേക്ക് നടന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വേഗം, പെട്ടെന്ന് സമ്പാദിക്കേണ്ട പണം, അതുകൊണ്ട് വേഗം എന്ത് ചെയ്തു, ആ വിശ്വനാഥിൻ്റെ വീട്ടിലേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് ആര് നടന്നു? ഈ വിക്രം നടന്നു. നമ്മളെ ചങ്ങായില്ലേ വിക്രം, ആ വിക്രം എന്ത് ചെയ്തു, നടന്നു. നിങ്ങളെ ചങ്ങായി കേട്ടോ, എൻ്റെ ചങ്ങായി അല്ല, നിങ്ങളെ ചങ്ങായിയാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു,
ഉസ്കെ ദ്വാർ പർ പഹുഞ്ച് കർ ഉസ്കെ അദ്ദേഹത്തിൻ്റെ ആരെ വിശ്വനാഥിൻ്റെ ദ്വാർക്കർ കവാടത്തിങ്കൽ വാതുക്കൽ ചെന്നിട്ട് എന്ത് ചെയ്തു പഹുഞ്ച് കർ എത്തിയിട്ട് എന്ത് ചെയ്തു വിക്രം പഹുഞ്ച് കർ എത്തിയപ്പോൾ വിക്രമിനെ ദേക്ക വിക്രം കണ്ടു എന്താ കണ്ടത് കി എന്തെന്നാൽ ദ്വാർ ആ ഡോർ എന്തായിരിക്കുന്നു ഗുലാഹുവ ഓപ്പണായി കിടക്കുന്നു. ഇയാൾ നേരെ വിശ്വനാഥിൻ്റെ വീടിൻ്റെ അടുത്തെത്തി ഡോർക്ക് ചെന്നപ്പോൾ ഡോറൊക്കെ തുറന്നു കിടക്കുന്നുണ്ട്. എന്നിട്ടോ തുറക്കുക മാത്രമല്ല വിശ്വനാഥ് എന്ത് ചെയ്യുന്നുണ്ട് കമരേമയും അദ്ദേഹത്തിൻ്റെ റൂമിൽ ബൈഠേത് ഇരിക്കുന്നു. ഡോറൊക്കെ തുറന്നിട്ട് റൂമിൽ ഇങ്ങനെ സുഖമായിട്ടിരിക്കുക ആര് വിശ്വനാഥ്. വിക്രം ഉനയും പ്രണാം കിയ അദ്ദേഹത്തെ എന്ത് ചെയ്തു നമസ്കരിച്ചു. എന്നിട്ട് എന്താ ചെയ്തത് ഉൻകെ സാമനെ ബൈഠ് ഗയ അദ്ദേഹത്തിൻ്റെ മുന്നിലാണ്ടിരുന്നു. നേരെ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയിട്ട് എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഒന്ന് പ്രണാമം ചെയ്തു. പ്രണാമം എന്ന് പറഞ്ഞാൽ ഒന്ന് നമസ്കരിച്ചു കൊണ്ട് എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ മുന്നിൽ അവിടെ ഇരുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, കുറച്ച് ചോദ്യമുണ്ട്, അതിൻ്റെ കുറച്ച് മീനിങ് ഉണ്ട്, അതൊക്കെ എഴുതി നല്ല വൃത്തിയായിട്ട് ഞാൻ മേലെ ആദ്യം കൊടുത്തിട്ടുണ്ടല്ലോ കുറച്ച് ഭാഗങ്ങളൊക്കെ, അതൊക്കെ നല്ലോണം എഴുതി വൃത്തിയാക്കുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നമ്മുടെ ടെക്സ്റ്റിലുള്ളൊരു ചോദ്യമാണ് ഇവിടെ കൊടുത്തത്, നോട്ടിൽ എഴുതണം. വിക്രം കെ ബാരെ മേം കിസാൻ നെ ക്യാ സോച്ചാ ഹോഗ. വിക്രമിനെ കുറിച്ച് കിസാനെ ആ കർഷകൻ ക്യാ എന്താണ് സോച്ചാ ഹോഗ ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലേ? ആ വിക്രമനെ കുറിച്ചിട്ട് ആ കർഷകൻ എന്തായിരിക്കാം ഇപ്പം ചിന്തിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ എന്നൊന്ന് ചിന്തിച്ച് നോക്ക്. ഏതായാലും ഞാൻ എൻ്റെ ആൻസർ ഇവിടെ സാറ് നോക്കുക കേട്ടോ. ഇതാ ആൻസർ. അപ്പം എന്താ ചിന്തിച്ചത് നോക്കിയാൽ അവിടെ കൊടുത്തിട്ടുണ്ട്. കിസാൻ സോച്ചാ ഹോഗ കർഷകൻ ചിന്തിച്ചിട്ടുണ്ടാകാം കി എന്തെന്നാൽ വഹു ബഡാ ആലസിയെ അത് വലിയ മടിയനാണ് അല്ലേ. നെഹീം തോ അല്ലെങ്കിൽ കിസി കാം എന്തെങ്കിലുമൊക്കെ ഒരു ജോലി അദ്ദേഹം ചെയ്തിട്ട് അല്ലേ, കിസി കാം എന്തെങ്കിലും ജോലിയൊക്കെ കർക്കെ ചെയ്തിട്ട് വഹ് അയാൾ ദൻ ക്യോം നെഹീ കമാ സക്ത അയാൾക്ക് ആ ജോലി ചെയ്തിട്ട് എന്തുകൊണ്ട് പണം സമ്പാദിച്ചു കൂടാ അല്ലെങ്കിൽ സമ്പാദിക്കാൻ കഴിയില്ലേ? ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ.